ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 19-ാമത്തെ വചനം മുതൽ 23-ാമത്തെ വചനം വരെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല അൽഖിഹാ യാ മൂസ. ഇവിടെ ഖാല എന്ന് പറയുമ്പോൾ ഖാഫ് ഇസ്തിഅലാൻ്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അഖ്സൽ ലിസാനാണ് അതിൻ്റെ മഖ്റജ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം ഉണ്ടായിരിക്കും. അപ്പോൾ ഖാല ഖാല എന്ന് ഉച്ചരിക്കുക. ഇവിടെ തഫ്ഖീം ചെയ്യുമ്പോൾ പലപ്പോഴും അബദ്ധം വരാറുള്ളത് ഖാല എന്ന് ചുണ്ടുകൾ കൂർപ്പിച്ചു വെക്കും. അഥവാ തഫ്ഖീമിൽ ചുണ്ടിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ചുണ്ടിൻ്റെ സഹായം ആവശ്യമില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല അൽഖിഹ. അൽഖിഹ എന്ന് പറയുമ്പോൾ ഖാഫിന് കസ്റുണ്ട്. ആ കസ്റ് ഉള്ള ഖാഫും ഇസ്തിഅലാൻ്റെ ഹർഫാണെങ്കിലും ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് കസ്റ് നൽകപ്പെടുമ്പോൾ ഉണ്ടാവുക. അൽഖിഹ യാ മൂസ. ഇവിടെ രണ്ട് ഖാഫുകൾ, ആദ്യത്തെ ഖാഫിൻ്റെ അലിഫ്, ഈ അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും ഈ വചനത്തിൽ തർക്കീഖാണ്. എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. അൽഖിഹ എന്ന പദത്തിലെ ലാം ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. അത് ലാമുൽ ഫിഅൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അൽഖിഹ യാ മൂസ ഫഅൽഖാഹ. ഇവിടെയും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുന്നു. ഫഅൽഖാഹ. ഈ രണ്ട് അലിഫുകളും ശ്രദ്ധിച്ചു നോക്കൂ. അൽഖാ എന്നതിലെ അലിഫും ഹ എന്നതിലെ അലിഫും. ആദ്യത്തേത് തഫ്ഖീമിൻ്റെ അലിഫാണെങ്കിൽ രണ്ടാമത്തേത് തർക്കീഖിൻ്റെ അലിഫാണ്. ആ വ്യത്യാസം വ്യക്തമായി പാരായണത്തിൽ ഉച്ചാരണത്തിൽ ഉണ്ടാവേണ്ടതാണ്. فألقاها فإذا هي حية تسعى. ഹയ്യത്തുൻ. ഹുറൂഫുൽ ഹൽഖ് എല്ലാം കൃത്യമായി അവയുടെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. എല്ലാ അക്ഷരങ്ങളും അങ്ങനെ കൃത്യമായി മഖ്റജിൽ നിന്ന് സിഫാത്തുകൾ പൂർത്തിയാക്കി ഉച്ചരിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഹുറൂഫുൽ ഹൽഖ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടവയാണ്. കാരണം അവ പരസ്പരം മാറിപ്പോകും. പലപ്പോഴും ആളുകൾ ഹ പോലെയും ഹ പോലെയും ഒക്കെ ഉച്ചരിച്ചു പോകും. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്അ. ഹയ്യത്തുൻ ഈ പദത്തിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. ശേഷം ത ആണ് വരുന്നത്. ഇവിടെ ഹയ്യത്തുൻ തസ്അ എന്ന് ഉച്ചരിക്കുക. ഖാല ഖുദ്ഹാ വലാ തഖഫ്. ഖാല വീണ്ടും ഖാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ് ഇവയെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ഖുദ്ഹാ ഖാഉം തഫ്ഖീം നിസ്ബി നൽകുക. ദമ്മായതുകൊണ്ട് ആപേക്ഷികമായി ഫത്ഹിൻ്റെ അത്ര തന്നെ തഫ്ഖീം ഉണ്ടാവുകയില്ല. അതാണ് തഫ്ഖീം നിസ്ബി എന്ന് പറയുന്നത്. ഖുദ്ഹാ ഖുദ് എന്ന് ഖാഇന് തഫ്ഖീം കൊടുക്കണം. ദാൽ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഖുദ് എന്ന് പറയുമ്പോൾ ദാൽ റഖാവത്തിൻ്റെ അക്ഷരം കൂടിയാണ്. ശബ്ദത്തിന് ഒരു ഒഴുക്ക്, ഒരു ലൂസായി അയവോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന അവസ്ഥയാണ് റഖാവ. അപ്പോൾ ഖുദ് എന്നുള്ള ശബ്ദം ദാലിൻ്റെ മഖ്റജാവട്ടെ നാവിൻ്റെ തലപ്പിൻ്റെ മുകൾ, അതായത് അറ്റത്തിൻ്റെ മുകൾ ഭാഗം, മേലെ മുൻപല്ലിൻ്റെ അറ്റം, ഇങ്ങനെയാണ്. ളഹ്റു തറഫിൽ ലിസാൻ മഅ അത്റാഫി സനായ ഉൽയ. ഖാല ഖുദ്ഹാ വലാ തഖഫ്. തഖഫ് എന്ന് പറയുമ്പോൾ ഖാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ഇങ്ങനെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ നാം പ്രത്യേകം സൂചിപ്പിക്കുന്നു. അല്ലാത്ത അക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ്, എല്ലാം ഇസ്തിഫാലിൻ്റേത് ആണ്. സനുഈദുഹാ സീറതഹൽ ഊലാ.
ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. തവസ്സുത്ത് എന്ന അല്ലെങ്കിൽ ബൈനിയ എന്നൊക്കെ പേര് പറയുന്ന ഒരു പ്രത്യേക സിഫത്തും അതിനുണ്ട്. സനുഈദുഹാ സീറതഹൽ ഊല. റ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. സീറ റ എന്ന് തടിപ്പിച്ച് റാഹിനെ ഉച്ചരിക്കണം. സീറതഹ എന്ന് മലയാളത്തിലെ റ പോലെയായി പോവരുത്. സീറതഹൽ ഊല. ഊല ഹംസ ക്ലിയറായി മുറിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. സീറതഹൽ ഊല എന്ന് തെറ്റായി പലരും പറഞ്ഞു പോവാറുണ്ട്. സനുഈദുഹാ സീറതഹൽ ഊല. വദ്മും ഇവിടെ ദ്വാദ് വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. പ്രത്യേകം പരിശീലനം ആവശ്യമുള്ള അക്ഷരമാണ് ദ്വാദ്. ഇസ്തിത്താല എന്ന അതിൻ്റെ പ്രത്യേകമായ ഒരു സിഫത്തും അതിന് മാത്രമുള്ളതാണ്. ദ്വാദിൻ്റെ മഖ്റജ് ഇഹ്ദാ ഹാഫതൈ ലിസാൻ മഅ മാ യുഹാദിഹ മിനൽ അദ്റാസിൽ ഉൽയ എന്നതാണ്. നാവിൻ്റെ ഏതെങ്കിലും ഒരു അരുവ് സൈഡ് ആ നീളത്തിലാണ്, അവിടെ നിന്നാണ് ദ്വാദിൻ്റെ ശബ്ദം വരിക. മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ ഇടതുവശത്ത് നിന്നാണ് ഉച്ചരിക്കുവാൻ സൗകര്യം, കൂടുതൽ എളുപ്പം എന്നൊക്കെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. വദ്മും നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരണം, മുമ്പിൽ നിന്ന് വരരുത്. വദ്മും യദക. സാക്കിനത്ത മീം ഉണ്ട് ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ. അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വദ്മും യദക ഇലാ ജനാഹിക്. ദ്വാദിന് തഫ്ഖീം നൽകണം. ഇസ്തിഅലാൻ്റെ ഹർഫുകളിൽ പെട്ടതാണത്. അതുപോലെ തന്നെ റഖാവയും അതിനുണ്ട്. വദ്മും യദക ഇലാ ജനാഹിക്. ഹ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യമാണ്. വസത്തുൽ ഹൽഖ് എന്നതാണ് ഹഇൻ്റെ മഖ്റജ്. ഇലാ ജനാഹിക തഖ്റുജ്. ഖാഇന് തഫ്ഖീം കൊടുക്കുക. റാഇനും തഫ്ഖീമുണ്ട്. അന്ത്യത്തിൽ ജീം സാക്കിനത്തായി വന്നിട്ടുണ്ട്. ഖൽഖല സുഗ്റ നൽകി. തഖ്റുജ് ബൈദാ എന്ന് പാരായണം ചെയ്യുക. ബൈദാ ഈ പദത്തിൽ ദ്വാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. തഫ്ഖീം ചെയ്യണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം ഉണ്ടാവണം. ദീർഘാക്ഷരമായ അലിഫിന് മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകേണ്ടതാണ്. ശേഷം വരുന്ന സൂഇൻ എന്ന പദത്തിലെ വാവിനും അതേ ഹുക്മ് തന്നെയാണ്. മദ് മുത്തസിൽ വാജിബ് എന്നാൽ ഉദ്ദേശിക്കുന്നത് ദീർഘാക്ഷരവും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വരലാണ്. അതാണ് മുത്തസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബൈദാ മിൻ ഗൈരി സൂ. ഇവിടെ ബൈദാ അലിഫിൽ തഫ്ഖീം വേണം എന്ന് പറഞ്ഞു. ശേഷമുള്ള ഹംസ തഫ്ഖീമിൻ്റെതല്ല, തർഖീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. അപ്പോൾ ഹംസയിൽ തഫ്ഖീം ഉണ്ടാവുകയില്ല. ബൈദാ എന്ന് വ്യക്തമാക്കി തർഖീഖോടെ ഉച്ചരിക്കുക. ഓ എന്നായി പോകണ്ട. ബൈദാ മിൻ ഗൈരി സൂ. ഇവിടെ മിൻ എന്ന പദത്തിൽ സാക്കിനത്തായ നൂൻ ശേഷം ഗൈൻ ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ വെളിവാക്കേണ്ടതാണ്. മിൻ ഗൈരി. ഗൈർ എന്ന് പറയുമ്പോൾ ഗൈൻ തഫ്ഖീം ചെയ്യേണ്ട 7 അക്ഷരങ്ങളിൽ ഇസ്തിഅലാൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. ഗ എന്ന് തഫ്ഖീമോടെ ഉച്ചരിക്കണം, തടിപ്പിക്കണം. മിൻ ഗൈരി സൂഇൻ ആയതൻ. വാവിൻ്റെ ദീർഘം സൂചിപ്പിച്ചു. മദ് മുത്തസിൽ വാജിബ്. സൂഇൻ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് സൂഇൻ ആയതൻ. അവിടെ സൂഇന്ന ന എന്നിങ്ങനെ നൂന് ചേർത്ത് പറയും തെറ്റായിട്ട്. അങ്ങനെ പറയരുത്. മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റ. വീണ്ടും ആയതൻ ഉഖ്റ. തൻവീനും ഹംസയും
വീണ്ടും വരുന്നു ആയതൻ ഉഖ്റ. ഇവിടെയും ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖാഇന് തഫ്ഖീമുണ്ട്, റാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമുണ്ട്. റാ എന്ന് തടിപ്പിച്ച് അറിയണം. ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ. ലിനുരിയക എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. റാഇന് കസ്റ ആയതുകൊണ്ട് അതിനും തർക്കീഖ്. ലിനുരിയക മിൻ ആയാതിന സാക്കിനത്താനൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക. മിൻ ആയാതിനൽ കുബ്റ. അൽ കുബ്റ ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിക്കണം. മിൻ ആയാതിനൽ കുബ്റ. റാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക. ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ألقها يا موسى فألقاها فإذا هي حية تسعى. قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى.